ഇപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രണ്ട് ടാക്സി സെഗ്മെന്റിൽ വരുന്ന രണ്ട് കാർസുമായിട്ടാണ് നമ്മൾ ഇന്നുകൊണ്ടുള്ളത്. ഒന്നൊരു എർട്ടിഗയും അതുപോലെ തന്നെ ഒരു ഡിസയർ. രണ്ടും നമ്മുടെ ടാക്സി സെഗ്മെന്റ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കോമ്പറ്റീറ്റേഴ്സ് പോലും ഇല്ല എന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം എർട്ടിഗ നമുക്കറിയാം ഒരു പ്രോപ്പർ 7 സീറ്റർ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ടൂർ ട്രാവൽ പാക്കേജസ് എല്ലാം ഓടാൻ പറ്റിയ പ്രാപ്തനായ ഒരു കാറായിട്ട് നമുക്ക് എർട്ടിഗയെ കാണാം. ഒരു MPV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. അതേപോലെ സമയത്ത് നമ്മൾ ഡിസയറിലോട്ട് വരാൻ നേരത്ത് അത്യാവശ്യം മികച്ച ബൂട്ട് സ്പേസും നല്ല ഇന്റീരിയർ സ്പേസും അത്യാവശ്യം കംഫർട്ടും എല്ലാം ഓഫർ ചെയ്യുന്ന ഒരു പക്ക പ്രോപ്പർ ഒരു കോമ്പാക്ട് സെഡാൻ ടാക്സി കാറായിട്ട് നമുക്ക് ഡിസയറിനെയും കാണാം. അപ്പോൾ ഇത് രണ്ടും ടൂർ വേരിയൻസ് ആണ്. അപ്പോൾ ഇതിന് നിലവിൽ എന്തോ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്തിട്ട് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് റിവ്യൂ എന്താണ് ഇത് ഈ ഒരു ടാക്സി പ്രസ്ഥാനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയിട്ട് എത്രത്തോളം ലാഭമാണ് ഇത് ഈ ഒരു എർട്ടിഗ വെച്ചു അതുപോലെ തന്നെ ഈ ഒരു ഡിസയർ വെച്ചു നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആണ്, ഇതിൻ്റെ മെയിൻ്റെനൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് മഹേഷിൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ നെയ്ബർ തന്നെയാണ്, അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് മഹേഷിനായിട്ട് ഷെയർ ചെയ്യാം. അപ്പം മഹേഷേട്ടാ നമുക്ക് എർട്ടിഗ തന്നെ തുടങ്ങാം. അപ്പൊ മഹേഷൻ ആദ്യം എടുത്ത് എർട്ടിഗയാണ്. ഇപ്പൊ എടുത്തിട്ട് എത്ര നാളായിട്ടുണ്ട്? ഇപ്പൊ നമ്മള് അടുത്ത നവംബർ ആകുമ്പോൾ 2 വർഷം ആദ്യത്തെ ടെസ്റ്റിലോട്ട്. ഈ ഒരു അളവ് കൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 83,000 കിലോമീറ്റർ അടുത്താണ്. ഏകദേശം 1,00,000 കിലോമീറ്ററിനോട് അടുക്കുന്നത്. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ അളവ് കൊണ്ട് തന്നെ ഇത്രയും കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ എർട്ടിഗയുടെ ഒരു? കുഴപ്പമില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഗസ്റ്റും ഹാപ്പിയാണ്. അവർ പോകുന്നവർ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കിട്ടൊക്കെയാണ് പോകുന്നത്. എന്ത് റേറ്റ് ആയി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. മഹേഷൻ 2 വർഷം മുമ്പ് എടുക്കുമ്പോ എന്തുകൊണ്ടാണ് ഓൺ റോഡ് പ്രൈസ്? അത് അന്ന് 10,60,000 രൂപ. പിന്നെ നമ്മള് കുറച്ച് ആക്സറീസ് എല്ലാം കൂടി ആകുമ്പോ ഒരു 11 രൂപ അടുത്തായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു GST ഒക്കെ ഇത് വന്ന് അതെ അതെ. അപ്പൊ ആ സമയത്ത് അതായിരുന്നു അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ എന്തായാലും അത്യാവശ്യം അല്ല ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഇപ്പൊ ഇതിനൊരു മഹേഷൻ എർട്ടിഗ എല്ലാവരും വേറെ ഏത് വാഹനം എടുക്കുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെ വേറെ ഇല്ല, വേറെ ഓപ്ഷൻ പോലും വെക്കാനില്ല. ഇല്ല. എന്തായാലും ഇപ്പൊ ഹാപ്പിയാണ് നമ്മള് ഇത് എടുത്തുകൊണ്ട്. ഇപ്പോഴും മെയിൻ്റെനൻസ് ഒക്കെ സർവീസ് ഇന്റർവെല്ലൊക്കെ വരുന്നത് 10,000 കിലോമീറ്ററിൽ. 10,000 കിലോമീറ്ററിലാണ്. 10,000 കിലോമീറ്റർ അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഇൻഡസ് മോട്ടോഴ്സിലാണ്, തിരുവമ്പാടി ഇൻഡസ് മോട്ടോഴ്സിലാണ്. അപ്പൊ ഞാനും മാരുതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹെർക്കുലീസിൽ. അപ്പൊ അന്ന് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത ഡിമാൻഡ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വലിയ കോസ്റ്റ് ആകുന്നില്ല സർവീസിനൊക്കെ. ഏകദേശം എന്ത് വരുന്നുണ്ട് ഒരു 10,000 കിലോമീറ്ററിൽ? ഒരു 4,000, 3,500, 4,000 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7 സീറ്റർ വാഹനം, അതൊരു MPV, അത് തീരെ കുറഞ്ഞൊരു മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ മാരുതി ആയതുകൊണ്ട് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അല്ലെ, ഓയിൽ ചേഞ്ചും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഈ ഒരു 80,000 കിലോമീറ്റർ ഓടിയാൽ ഒന്നും തന്നെ അങ്ങനെ വന്നിട്ടില്ല. മാക്സിമം ലോങ് എവിടെ മഹേഷേട്ടൻ പോയിരിക്കുന്നത്? മാക്സിമം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പിന്നെ ഊട്ടി, ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ടാക്സി ഫീൽഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഹേഷേട്ടൻ എന്താണ് ഈ ഒരു 2025 എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? നല്ല ബിസിനസ് തന്നെയാണ്. ഇത് കുറെ കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 5 സീറ്റർ വാഹനം കൂടെ ആയി. അതെ അതെ അതെ. ഇത് കൂടാതെ നമുക്ക് ഹൈക്രോസ് ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, പിന്നെ അതുപോലെ ട്രാവലർ 14-15 സീറ്റ് ട്രാവലർ, അതുപോലെ 24-34 അങ്ങനെ ട്രാവലർ, അതുപോലെ ബസ്സും ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അതിൽ. അപ്പൊ ഏത് വണ്ടിയാണെങ്കിലും ഏത് സമയത്ത് പറഞ്ഞാലും നമ്മൾ റെഡിയാണ്. അപ്പൊ മഹേഷന്റെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചേക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. അപ്പൊ എവിടെയുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം, അല്ലെ റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കാം. അപ്പൊ ഇതുപോലെ എർട്ടിഗ, ഡിസയർ, അപ്പൊ മഹേഷേട്ടൻ പറഞ്ഞ പോലെ ഹൈക്രോസ്, അങ്ങനെ നിരവധി വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെയൊക്കെ അവൈലബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പാക്കേജ് പിടിക്കാം, അല്ലെ? അതുപോലെ നമ്മൾ പാക്കേജ് ടൂറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം. അതെ അതെ, എല്ലാം ഉണ്ട്. മെയിൻ ആയിട്ട് സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകളാണ് കൂടുതൽ വരുന്നത്. അത് പിന്നെ കൊച്ചി എയർപോർട്ട് പിക്കപ്പ്, നേരെ അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് തേക്കടി ടു ആലപ്പിന്ന് വർക്കല, കോവളം, കന്യാകുമാരി അങ്ങനെ ഇറങ്ങി. ചിലപ്പോ അത് മധുര, രാമേശ്വരം പോയി മധുര എയർപോർട്ട് ഡ്രോപ്പ്, അങ്ങനെ ഇതായിരിക്കും. നമുക്ക് സ്ഥിരം വരുന്ന റൗണ്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് മൂന്നാർ, തേക്കടി, ആലപ്പി, കൊച്ചി ഡ്രോപ്പ്, ഇതായിരിക്കും വരുന്നത്. ഫോറിനേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ട് ഇങ്ങോട്ടുള്ള ഒരു ഇത്? കുഴപ്പമില്ല, എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം മറ്റേ മണ്ണിടിച്ചിലും ഇതുകൊണ്ട് വയനാടിന്റെ ആ പ്രശ്നത്തിൽ ഒരു ചെറിയ ഇതുണ്ടായിരുന്നല്ലാതെ ഇത്തവണ എല്ലാം ഹാപ്പിയാണ്. ഇനിയിപ്പോ അടുത്ത സീസണിലോട്ട് അടുക്കുവാണ്, അല്ലെ? സീസൺ ആയി തുടങ്ങി. ഇനിയിപ്പോ മാർച്ച് വരെ നമുക്ക് സീസൺ ആണല്ലോ. ഞാനിപ്പോ ഒരുപാട് നാളായി ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട്, പക്ഷേ മഹേഷ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ആ തിരക്ക് 2 വണ്ടികൾ ഒന്നിച്ചിടാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ കുറച്ച് സമയം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഡിസയറിലോട്ട് വരുവാണെങ്കിൽ അത് അധികം നാളായില്ലല്ലേ വണ്ടി? ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഡിസയറിന്റെ ഒരു പെർഫോമൻസ്? കുഴപ്പമില്ല, നല്ല ഇതൊക്കെ തന്നെയാണ്. ഒരു 3-4 പേർക്കൊക്കെ നല്ല സുഖമായിട്ടുണ്ട്. ഇതിനെന്ത് മൈലേജ് ആണല്ലോ ഡിസയറിന്റെ മെയിൻ? അപ്പൊ മൈലേജ് ഇപ്പൊ ഏകദേശം ഒരു 10-18 വരെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിനും
കറക്റ്റ് മൈലേജ് കിട്ടി തുടങ്ങിയത് ഒരു 15,000-20 കിലോമീറ്റർ. അതെ അതെ അതെ. ഇതിപ്പോ 3000 സംതിങ് ആയിട്ടുള്ളൂ. എർട്ടിഗയ്ക്ക് നമുക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഇപ്പഴത്തെ ഈ റോഡ് പണിയുടെ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഈ കുതിരാൻ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇപ്പൊ മധുര ടു കന്യാകുമാരി ആണെങ്കിൽ തന്നെ എനിക്ക് 19-20 അടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ടായി. കാര്യം നമ്മൾ വണ്ടി അങ്ങനെ ക്ലച്ച് കാല് പോകുന്നില്ല, നേരെ പോയില്ല എക്സ്പ്രസ്. അപ്പൊ ഏകദേശം നമ്മുടെ ഈ റോഡിന്റെ വർക്ക് കഴിയുന്നതോറും നമുക്ക് നല്ല മൈലേജ് തന്നെ കിട്ടുന്ന. ഇപ്പൊ ഒരു ആവറേജ് 15 കിട്ടുന്നു. ആ മൈലേജ് 1500 cc ഈ ഒരു 7 സീറ്റർ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ്. രണ്ടും പെട്രോൾ ആണ്, CNG ഒന്നും അല്ല. CNG എടുക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? അത് അന്ന് കുറെ പേരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞങ്ങനെ ബുദ്ധിമുട്ട് കിട്ടാൻ. അതെ അതെ അതെ. അതുപോലെ എന്തെങ്കിലും ഇത് റീസെയിൽ വാല്യൂ CNGക്ക് എപ്പോഴും കുറച്ച് കുറവായിരിക്കും. അതെ അതെ, അങ്ങനെയും പറയുന്നുണ്ട്, അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നാലും മഹേഷിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും CNG ഉപയോഗിക്കുന്നവരുണ്ടോ? ഉണ്ട്, ഇപ്പൊ കുറച്ച് പേരോളം CNG ഉപയോഗിക്കുന്നവരുണ്ട്. എങ്കിലും കൂടുതലും പെട്രോളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ആലപ്പുഴ റേഞ്ച് ഉണ്ട്, എന്നാൽ കൊച്ചി കൊണ്ട് കൂടുതലും CNG ആണ് ഉപയോഗിക്കുന്നത്. ഇത് വേരിയന്റ് ഏതായിരുന്നു? VXI. LXI ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് ടാക്സി പർപ്പസിൽ ഇതിൽ എനിക്ക് തോന്നുന്നു LXI ഫീച്ചേഴ്സ് ആ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു ഈ ഡിസയറിൽ. അതെ അതെ അതെ, അതിലും കുറച്ചുകൂടി ഫീച്ചേഴ്സ്. ഇതിപ്പോ എടുത്തിട്ട് അഡീഷണൽ ആൻഡ്രോയിഡ് ചെയ്ത് അല്ല സീറ്റ് കവർ ചെയ്ത് അങ്ങനെ. ബാക്കി ഇതായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവറും വെനൽമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി സെറ്റും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഉണ്ടായിരുന്നു. ലൈറ്റിന്റെ ഒക്കെ വിസിബിലിറ്റി ആണെങ്കിലൊക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, നല്ല ഇത് തന്നെ. നമുക്ക് ഇപ്പൊ നമ്മുടെ വാഹനത്തെ കുറിച്ച് നമ്മൾ അത് ഉയർത്തിപ്പറയല്ല, എങ്കിലും എത്ര ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ശരി നമുക്ക് അതിനായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അതിപ്പോ ക്ഷീണോട്ടെ ചിലപ്പോ രാത്രി ഈ ഉറക്കം നിന്നുള്ള ഡ്രൈവ് ഫുൾ ടൈം ആണെങ്കിൽ അതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല. ഡ്രൈവ് ചെയ്തിട്ട് എത്ര എവിടെ പോയാലും നമുക്ക് ഹാപ്പിയാണ് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുന്നത്. പവറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? കയറ്റം വലിക്കുന്ന കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ആ ഡീസൽ വണ്ടി ഉപയോഗിച്ചതിന് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇതായി കഴിഞ്ഞാൽ ഡീസൽ ഓപ്ഷനും ഇല്ലല്ലേ, എല്ലാം പെട്രോളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഡിസയറും വേറെ ഓപ്ഷൻ വെക്കാൻ ഇല്ലെന്ന് തോന്നുന്നല്ലേ ഈ ഒരു സെഗ്മെന്റിൽ? അല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ സെഡാൻ ഓപ്ഷൻ തന്നെയാണ് ഡിസയർ. അപ്പൊ ഈ ഒരു ഇപ്പൊ പുതിയതായിട്ട് ഇനി ഒരു ട്രാവൽസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് വണ്ടി മഹേഷ് ചേട്ടൻ സജസ്റ്റ് ചെയ്യുക. പുതിയ എടുക്കാൻ താല്പര്യപ്പെടുന്നവരോട് എന്താണ് ഒരു പറയാനുള്ളത്? അപ്പൊ ഈ രണ്ട് വണ്ടി നമുക്ക് അതിനായിട്ടുള്ള നേട്ടവും കാര്യങ്ങളും ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇതിന് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനാണെങ്കിൽ നമ്മുടെ ഈ എർട്ടിഗയുടെ കേസിലോട്ട് വരുമ്പോൾ ഇത്രയും കിലോമീറ്റർ ഇപ്പൊ ഓടിയ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെ എന്തെങ്കിലും കൂടെ ഫീച്ചേഴ്സ് ആകാരണം തോന്നി എന്തെങ്കിലും സംഭവം പോവാ അങ്ങനെ ഒന്നും തന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതെ, ആരെങ്കിലും നമ്മൾ ഇതിൽ കയറുന്ന ഗസ്റ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. 7 സീറ്റും 7 നിരയിലും ആളുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഇപ്പൊ എന്റെ ഈ സൈസ് അറിയാലോ, ഇതേപോലുള്ള ഒരു 6 പേർക്ക് കൂടി സുഖമായിട്ട് യാത്ര ചെയ്യാം. ലഗേജ് ലഗേജ് ക്യാരിയറിലാവുമ്പോഴേക്കും പിന്നെ വേറെ കുഴപ്പമില്ല. ബാക്ക് സൈഡ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ക്യാരിയർ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. അല്ലാതെ ഇപ്പൊ വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ലല്ലേ. ഡിസൈറിന്റെ സർവീസിലോട്ടൊന്നും ആയിട്ടില്ല, സർവീസ് ഫ്രീ ആയിരുന്നു. അപ്പം ഇനിയിപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും ഈ ഓട്ടത്തെ പറ്റി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹേഷിനെ കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ നീണ്ട ലിസ്റ്റ് ആണല്ലേ നമുക്ക്. അതെ, വണ്ടി വേറെ വാഹനങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഞങ്ങളുടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റ, ഹൈക്രോസ് തൊട്ട് പിന്നെ എത്തിയോസും ഈ ഡിസയർ, എർട്ടിഗ, അതുപോലെ തന്നെ ട്രാവലർ, അതിനും പുതിയ വണ്ടികളാണ് വന്നിരിക്കുന്നതല്ല. ഈ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ടൊക്കെ ഇറങ്ങിയ വണ്ടികളൊക്കെയാണ്. നമ്മൾ ബേസ് ചെയ്യുന്ന ആലപ്പുഴയാണല്ലേ ഈ പറഞ്ഞ വണ്ടികൾ? ആലപ്പുഴ, നമ്മുടെ ഓമനപ്പുഴ, മാരാരിക്കുളം കൊണ്ട് തന്നെ ആലപ്പിയുണ്ട്. ആലപ്പിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ആടില്ല എത്ര റേഡിയസ് ചുറ്റളവിലുള്ളവർക്ക് കോൺടാക്ട് അങ്ങനെ ഒന്നും ഇല്ല? അങ്ങനെയല്ല, എത്ര എവിടുന്നാണെങ്കിലും നമ്മൾ വണ്ടി കൊടുക്കും. എവിടുന്ന് കോൺടാക്ട് ചെയ്താലും വണ്ടി നമ്മളവിടെ സ്പോട്ടിലെത്തും. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് വിളിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പം വേറെ നമുക്ക് എന്തെങ്കിലും കൂടെ മഹേഷ് ആഡ് ചെയ്യാനുണ്ടോ വീഡിയോയിൽ? വേറെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവ് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് പോവാം. ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിയ സ്ഥിതിക്ക് എർട്ടിഗയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവ് കൂടെ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും മഹേഷൻ ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഡ്രൈവ് കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ നമ്മള് എർട്ടിഗയുടെ ജസ്റ്റ് ഒരു ഡ്രൈവ് കൂടെ ഒന്ന് നോക്കുവാണ്. മഹേഷൻ ഓടിക്കുന്നില്ല, ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പൊ എന്താണ് മഹേഷേട്ടാ ഇത് ടയർ ലൈഫിന്റെ കാര്യം നമ്മൾ ജസ്റ്റ് നേരത്തെ ചോദിക്കാൻ വിട്ടുപോയിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഈ 82,000 കിലോമീറ്റർ ആയി, അപ്പൊ എത്രയാണ് ഫസ്റ്റ് ടയർ ചേഞ്ച് വന്നത്? ടയർ ലൈഫിന്റെ എന്റെ നമ്മൾ എപ്പോഴും ഈ ഹൈ റേഞ്ച് കയറി എങ്ങനെയാലും ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും മൂന്നാറ് അതുപോലെ കയറി നമ്മൾ ഹൈ റേഞ്ച് ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. എനിക്കൊരു 60,000 കിലോമീറ്റർ ആണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ സുഹൃത്തിന്റെ 82,000 വരെ കിട്ടിയിട്ടുണ്ട്. അല്ല 4 ടയറും ചേഞ്ച് ചെയ്യേണ്ടി വന്നതാ?
അത് ടാക്സിയുടെ അറിയാല്ല, ബാക്ക് മാറ്റി ഫ്രണ്ടിൽ കിടന്ന എടുത്ത് ബാക്കിലിട്ട് അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 ടയറിന് ഇപ്പഴും അല്ലെ ഫസ്റ്റ് ടയർ വണ്ടി കിടപ്പുണ്ട് അല്ലെ? കിടപ്പുണ്ട്, ബാക്കിൽ കിടക്കുന്ന എല്ലാം ഫസ്റ്റ് ടയറാണ്. ഫ്രണ്ടിലാണ് ആദ്യം തീർന്നത് അല്ലേ? അതെ. പിന്നീട് നമ്മള് വേറെ അങ്ങനെ അതല്ലാതെ പിന്നെ ബ്രേക്ക് പാഡ് ഒക്കെ നോർമലി അല്ലേ? ബ്രേക്ക് പാഡ് ഒരു അത് ഈ ഹൈ റേഞ്ച് കയറി ഇറങ്ങുന്നതിന്റെ ആയിരിക്കും 40,000 എനിക്ക് ഫസ്റ്റ് മാറേണ്ടി വന്നത്. ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് മാറാനുള്ള സമയം ആയിട്ടുണ്ട്. ഇതിപ്പം സൂചിപ്പിച്ചായിരുന്നു. അല്ലാതെ വേറെ ക്ലച്ചിന്റെ ഇഷ്യൂസ് ഇല്ല, വേറെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് നമ്മളിപ്പോ ഓടിക്കുമ്പോഴും പുതിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ. ആ ഗിയർ ആണെങ്കിലൊക്കെ വളരെ ലൈറ്റ് ആണ്, ക്ലച്ചും ഒക്കെ ലൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ഹെവിനെസ് അല്ലേ, ഒരു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല വണ്ടി ഓടിക്കാൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു യാത്ര ലോങ് ഡ്രൈവ് ചെയ്താണെന്നുള്ള ഒരു തോന്നല്, ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. വളരെ സ്മൂത്ത് ആണ്, അതാണ് നല്ല. വേറെ ഒന്നും നമുക്ക് അങ്ങനെ അല്ലേ? ഇത് കമ്പനി വന്ന സ്റ്റീരിയോ തന്നെയാണ് അതെല്ലാം കമ്പനി തന്നെ. അത്യാവശ്യം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലേ, ഡീസന്റ് ആയിട്ടുള്ള വർക്ക് എല്ലാം ഉണ്ട്. AC-യുടെ ഗ്യാസ് ഫില്ല് ചെയ്യുക എല്ലാം ചെയ്തായിരുന്നു, അതൊക്കെ കമ്പനി വന്നത്. എന്തായാലും വേറൊന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല അല്ലേ?